ടി നായർ എന്ന ഡയറക്ടറിനെയും MT സാറിന്റെ മകളുമായ നമുക്ക് അശ്വതിനെ ആദ്യം തന്നെ വെൽക്കം ചെയ്യാം ഫോർ എ സ്മോൾ വെൽക്കം നോട്ട്. നല്ലൊരു കൈയ്യോടെ നമുക്ക് അശ്വതിയെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് മലയാള സിനിമയുടെ ചരിത്രത്തിൽ മാത്രമല്ല ഇന്ത്യൻ സിനിമയുടെ തന്നെ ഒരു നാഴികക്കല്ലായി മാറിയിരിക്കുകയാണ് മനോരഥങ്ങൾ. ഇതിലൂടെ മനോരഥങ്ങളുടെ രണ്ടാമത്തെ ട്രെയിലറും മ്യൂസിക് ട്രാക്കും ലോഞ്ച് ചെയ്യുന്ന ചടങ്ങിലേക്ക് എത്തിയിട്ടുള്ള എല്ലാ വിശിഷ്ട അതിഥികളെയും ഞാൻ ആദ്യം സ്വാഗതം ചെയ്യുന്നു. ചടങ്ങിൽ മുഖ്യാതിഥിയായി എത്തിയിട്ടുള്ളത് മലയാളത്തിന്റെ അല്ല ഇന്ത്യയുടെ തന്നെ അഭിമാനമായ ശ്രീ മോഹൻലാൽ അദ്ദേഹമാണ്. ലാൽ സാറിനെ ഏറെ സ്നേഹത്തോടെ ആദരവോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മനോരഥങ്ങളിൽ പ്രവർത്തിച്ച സംവിധായകർ, ഛായാഗ്രാഹകർ, സംഗീത സംവിധായകർ, എഡിറ്റേഴ്സ്, അങ്ങനെ ഒരുപാട് പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. പേരെടുത്ത് ഓരോരുത്തരെയും പറയുമ്പോഴേക്കും ഈ വൈകുന്നേരം നമുക്ക് മതിയാവില്ല. സ്നേഹത്തിന്റെ ഭാഷയിൽ മനോരഥങ്ങളുടെ കുടുംബത്തിന്റെ പേരിൽ ഞാൻ നിങ്ങൾ ഓരോരുത്തരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മനോരഥങ്ങളിൽ അഭിനയിക്കുകയും പിന്നീട് മരണപ്പെടുകയും ചെയ്ത 4 കലാകാരന്മാരുണ്ട്. ഏതൊരാഘോഷം അവരുടെ ഓർമ്മകളെ മാറ്റി നിർത്തി പൂർണ്ണമാവുന്നില്ല. ശ്രീ വേദഗുരു വേണു, ശ്രീ മാമു കോയ, ശ്രീ കോട്ടയം പ്രദീപ്, ശ്രീ അനൂപ് മേനോൻ, ഈ 4 പേരെയും ഈ അവസരത്തിൽ നന്ദിപൂർവ്വം ഞാൻ സ്മരിക്കുന്നു. മനോരഥങ്ങൾ സാധ്യമായത് സരിഗമ ഇന്ത്യ, ജംപിംഗ് ടൊമാറ്റോസ്, Z5 ന്യൂസ് വാല്യൂ പ്രൊഡക്ഷൻസ് എന്നീ 4 കമ്പനികളുടെ അശ്രാന്ത പരിശ്രമം കൊണ്ടാണ്. ഈ കമ്പനിയുടെ പ്രതിനിധികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവരെല്ലാം കൂടാതെ സ്നേഹം കൊണ്ടും ആദരവ് കൊണ്ടും നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള നിരവധി വിശിഷ്ട അതിഥികൾ, സംവിധായകർ, അഭിനേതാക്കൾ, സുഹൃത്തുക്കൾ, അങ്ങനെ ഇവിടെ എത്തിയിട്ടുള്ള ഓരോരുത്തരെയും, കൂടാതെ ഈ ഇവന്റ് കവർ ചെയ്യാനെത്തിയ, പകർത്താനെത്തിയ മാധ്യമ സുഹൃത്തുക്കളെയും എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ അടുത്ത ഒരു കടമയിലേക്ക് കടക്കുകയാണ്. അച്ഛന് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഇന്നിവിടെ എത്താൻ സാധിച്ചിട്ടില്ല. ഇവിടെ വായിക്കാൻ ഒരു കുറിപ്പ് എൻ്റെ അടുത്ത് തന്നയച്ചിട്ടുണ്ട്. ആ കുറിപ്പ് ഞാനിവിടെ വായിക്കുകയാണ്. മനോരഥങ്ങൾ ഓഗസ്റ്റ് 15-ന് Z5-ലൂടെ നിങ്ങളുടെ മുന്നിൽ എത്തുകയാണ്. OTT എന്ന നവമാധ്യമത്തിന് വേണ്ടി എഴുതിയ 9 തിരക്കഥകൾക്ക് ചലച്ചിത്ര ഭാഷ്യം ഒരുക്കിയിരിക്കുന്നത് ഇന്ത്യൻ സിനിമയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച സംവിധായകരും അഭിനേതാക്കളും സാങ്കേതിക വിദഗ്ധരുമാണ്. മനോരഥങ്ങൾ പ്രായഭേദമന്യേ ഏവർക്കും കണ്ട് ആസ്വദിക്കാനാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പല കാലങ്ങളിലായി എഴുതിയ കഥകൾ ഈ സംരംഭത്തിലൂടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിൽ സഹകരിച്ച ഓരോരുത്തർക്കും നന്ദി. ഇതോടുകൂടി എൻ്റെ കർത്തവ്യം പൂർണ്ണമാവുകയാണ്. സ്നേഹത്തോടെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഈ സായാഹ്നത്തിലേക്ക്.